പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾ എന്ന ചാപ്റ്ററാണ് ഇന്ന് തുടങ്ങുന്നത്. ആ ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 10th പോർഷൻസ് വളരെ സിമ്പിളായി തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എക്സർസൈസ് നമ്മൾ ആ ചാപ്റ്ററിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൽ പ്രോബ്ലങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് താഴ്ന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ കൂടി അവിടെ ചോദിക്കാറുണ്ട്. ജോമെട്രി അല്ലേ, അത് നമ്മൾ ആ ഭാഗങ്ങൾ കൂടി നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതായത് 7ാം ക്ലാസ് മുതൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ 10th വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർക്കുന്നപ്പോഴും നന്നായിരിക്കും. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പറയും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും അതൊന്ന് ഓർമ്മകൾ പുതുക്കിയാൽ മതി. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചാണ്. ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെ തുക, ഇപ്പോൾ ABC എന്ന ട്രയാങ്കിൾ, ആ ABC എന്ന ട്രയാങ്കിളിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിലെ 3 കോണിൻ്റെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. പിന്നെ മറ്റൊന്ന്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശം നമ്മൾ നീട്ടി വരച്ചു. ABC എന്ന ട്രയാങ്കിൾ BC എന്ന വശം D വരെ നീട്ടി വരച്ചിരിക്കുന്നു. അങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ACD എന്ന ആംഗിൾ, ആ ACD എന്ന ആംഗിളിൽ നമ്മൾ പറയുന്നത് ബാഹ്യകോണം എന്നാണ്. ആംഗിൾ B അതുപോലെ ആംഗിൾ A ഇവയെ പറയുന്നത് ആന്തര വിദൂര കോണുകൾ എന്നാണ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോണ്ടാകുന്ന എക്സ്റ്റീരിയർ ആംഗിൾ, അതുപോലെ ഇന്റീരിയർ ആംഗിളുമായിട്ടുള്ള ബന്ധം പറയുന്നത് ആ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ B സമം ആംഗിൾ ACD. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മളുടെ ഈ ചാപ്റ്ററിലേക്ക് പല പ്രാവശ്യം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മറ്റൊന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, അതായത് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ ABC എന്ന് നമ്മൾ പേരിട്ടു. ആ ട്രയാങ്കിളിൽ AC എന്ന വശം BC എന്ന വശത്തിന് ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ആ ട്രയാങ്കിളിലെ ആംഗിളിന് പ്രത്യേകതയുണ്ട്. തുല്യമായ ആ വശങ്ങൾക്കെതിരെയുള്ള ആംഗിളുകൾ തുല്യ അളവുള്ളവയായിരിക്കും. ഇവിടെ AC എന്ന് പറയുന്നതും BC എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ, അതായത് AC സമം BC ആയാൽ ആംഗിൾ A സമം ആംഗിൾ B ആയിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ സമപാർശ്വ ത്രികോണത്തിന്റെ ഈ തുല്യമായ വശങ്ങൾ, അതായത് AC എന്ന് പറയുന്നത് BC എന്ന വശം തുല്യമാണ്. ആ തുല്യമായ വശങ്ങൾ ചെന്ന് ചേരുന്ന മൂലയിൽ നിന്ന് മൂന്നാമത്തെ വശത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ തേർഡ് സൈഡിനെ സമഭാഗം ചെയ്യും. തുല്യമായ വശങ്ങൾ ചെന്ന് ചേരുന്ന മൂലയിൽ നിന്ന് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശത്തേക്ക് വരയ്ക്കുന്ന ലംബം മൂന്നാമത്തെ വശത്തെ സമഭാഗം ചെയ്യും. ഈ ആംഗിളിനെയും സമഭാഗം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഓർമ്മിക്കണം. പിന്നെ ഒരു വര ഇങ്ങനെ വരച്ചു, വേറെ വര അവിടെ ചെന്ന് മുട്ടിയാൽ ഇവിടെ 2 ആംഗിളുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് PQRT എന്നിരിക്കട്ടെ. ഈ 2 ആംഗിളിനെ പറയുന്നത് ലീനിയർ പെയർ. ഇത് ലീനിയർ പെയർ ആണ്. അത് 2 കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതായത് ആംഗിൾ PTR പ്ലസ് ആംഗിൾ QTR ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. രേഖീയ ജോഡികൾ അഥവാ ലീനിയർ പെയർ, ഇതും നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇനിയും പറയാനുണ്ട്. 9ാം ക്ലാസ്സിൽ നമ്മൾ സദൃശ ത്രികോണത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ആ സദൃശ ത്രികോണങ്ങളും ഇവിടെ ഒരു 3-4 പ്രാവശ്യം നമ്മളുടെ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്ക് വരാറുണ്ട്. അതുകൊണ്ട് അതുകൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് വലിയ കിടക്കാം. ട്രയാങ്കിൾ ABC, മറ്റൊരു ട്രയാങ്കിൾ PQR. ഈ 2 ട്രയാങ്കിളിൽ നോക്കിക്കോളൂ. ഇവിടെ A എന്ന ആംഗിൾ, ട്രയാങ്കിൾ ABCയിലെ A എന്ന ആംഗിൾ
ട്രയാങ്കിൾ പി ക്യു ആറിലെ പി എന്ന ആംഗിളിന് ഈക്വൽ ആണെന്നിരിക്കട്ടെ. അതുപോലെ എ ബി സി എന്ന ട്രയാങ്കിളിലെ ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ക്യൂവിനും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും സദൃശങ്ങളാണ്. അതായത് ഒരു ത്രികോണത്തിലെ 3 കോണുകൾ മറ്റു ത്രികോണത്തിലെ 3 കോണുകൾക്ക് തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ സദൃശങ്ങളാണ്. ഇനി അതല്ലെങ്കിൽ വേണ്ട, ഒരു ത്രികോണത്തിലെ 2 കോണുകൾ മറ്റൊരു ത്രികോണത്തിലെ 2 കോണുകൾക്ക് ഈക്വൽ ആണെങ്കിലും ത്രികോണങ്ങൾ സദൃശങ്ങളാണ്. അതനുസരിച്ച് നമ്മുടെ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും സദൃശ ത്രികോണങ്ങളാണ്. സദൃശ ത്രികോണങ്ങളാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമാണ്. ഇവിടെ എ എന്ന കോണിനെതിരെയുള്ള വശം ബി സി ആവുന്നു, അതുപോലെ പി എന്ന ആംഗിളിനെതിരെയുള്ള വശം ക്യു ആർ ആണ്. അപ്പൊ അവ തമ്മിൽ ബന്ധം എഴുതുന്നത് ഇങ്ങനെയാണ്: എ എന്ന ആംഗിളിനെതിരെ വരുന്ന ബി സി ബൈ പി എന്ന ആംഗിളിനെതിരെ വരുന്ന ക്യു ആർ ഈസ് ഈക്വൽ ടു ബി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് എ സി ബൈ ഇവിടെ ക്യു എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നത് പി ആർ ഈസ് ഈക്വൽ ടു ഇവിടെ സിക്ക് ഓപ്പോസിറ്റ് വരുന്നത് എ ബി ആണ്, എ ബി ബൈ ആറിന് ഓപ്പോസിറ്റ് വരുന്നത് പി ക്യു. ഇതാണ് അവിടുത്തെ ബന്ധം വരുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവിടുത്തെ ചോദ്യം നമ്മൾ ആൻസർ ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഒരു വര മറ്റൊരു വരയെ മുറിച്ചു കിടക്കുന്നു. നോക്കൂ, എ ബി എന്ന് പറയുന്നത് ഒരു രേഖയാണ്, പി ക്യു എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് എസ്സിൽ വെച്ച് ഖണ്ഡിക്കുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നത്. അതായത് പി ക്യുവും എ ബിയും എസ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ പി എസ് ബി എന്ന ഈ ഒരു ആംഗിളും അതുപോലെ എ എസ് ക്യു എന്ന ഈ ഒരു ആംഗിളും ഇവയെ പറയുന്നത് എതിർ കോണുകൾ എന്നാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു ജോഡിയാണ് ആംഗിൾ പി എസ് എ, ഈ ഒരു ആംഗിൾ, അതുപോലെ ബി എസ് ക്യു, ഈ കാണുന്ന ഒരു ജോഡി. ഇത് ഒരു ജോഡി ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർ കോണുകളാണ്. ഇവിടെ വരുന്ന ഒരു ജോഡിയും എതിർ കോണുകളാണ്. അവയുടെ പ്രത്യേകത, എതിർ ജോഡികൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. പി എസ് ബി എന്ന് പറയുന്നതും എ എസ് ക്യു എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതേപോലെ പി എസ് എ എന്ന് പറയുന്നതും ബി എസ് ക്യു എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതായത് എതിർ കോണുകൾ തുല്യ അളവുള്ളവയായിരിക്കും. ഇത്രയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ സർക്കിളിലേക്ക് പോകാം. ഇനി നമുക്ക് സർക്കിളിനെ സംബന്ധിച്ചാണ്. നമ്മുടെ ഈ ചിത്രത്തിൽ ഒ എന്ന ബിന്ദുവാണ് സർക്കിളിന്റെ സെന്റർ. ഒയിൽ നിന്ന് പി വരെയുള്ള, അതായത് ദ ലൈൻ സെഗ്മെന്റ് ഫ്രം സെന്റർ ടു ദ സർക്കിൾ ഈസ് കാൾഡ് റേഡിയസ്. അതുപോലെ എ ബി എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ, നമ്മുടെ ഈ ഇവിടുത്തെ സർക്കിളിന്റെ കോഡ് എന്ന് പറയുന്നു. ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഈസ് കാൾഡ് കോഡ്. ഇത് റേഡിയസ്. ഇനി മറ്റൊന്ന്, നമ്മുടെ ഈ ചിത്രത്തിൽ നോക്കിക്കോ, ഇവിടെ സി സെന്ററായ സർക്കിളാണ്. അതിൽ എസ് യു എൻ എന്ന ഒരു വൃത്തത്തിന്റെ ഭാഗം കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന എസ് യു എൻ എന്ന ഭാഗം സർക്കിളിന്റെ ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ എസ് ഒ എൻ എന്ന് പറയുന്നതും സർക്കിളിന്റെ ഒരു പാർട്ടാണ്, അതും ഒരു ആർക്ക് തന്നെയാണ്. ഈ ആർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എസ് ഒ എൻ എന്ന ആർക്കും അതുപോലെ എസ് യു എൻ എന്ന ആർക്കും ചേരുമ്പോഴത്തേക്കാണ് ഒരു പൂർണ്ണ വൃത്തമാകുന്നത്. അതുകൊണ്ട് എസ് ഒ എൻ എന്ന ആർക്കിനെ എസ് യു എൻ എന്ന ആർക്കിന്റെ കോംപ്ലിമെന്ററി ആർക്ക് എന്ന് പേരിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ എസ് യു എൻ എന്ന് പറയുന്നത് എസ് ഒ എന്നിന്റെയും ഓൾട്ടർനേറ്റ്. ഇനി നമുക്ക് സെമി സർക്കിളിലെ ആംഗിളിനെ സംബന്ധിച്ച് നോക്കാം. ചിത്രത്തിൽ ടി സർക്കിളിന്റെ സെന്റർ ആണ്, സി ആർ ഡയമീറ്റർ ആണ്, സർക്കിളിൽ ഒരു പോയിന്റ് ആണ് എ. ഡയമീറ്ററിന്റെ അല്ലെങ്കിൽ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് സർക്കിളിലേക്ക് ചെന്ന് മുട്ടിയപ്പോൾ ഇവിടെ ഉണ്ടായ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയേണ്ടത്. അതിന് ആംഗിൾ സി എ ടി നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അതുപോലെ ആംഗിൾ ആർ എ ടി
അത് y എന്നും ഇരിക്കട്ടെ. CAR എന്ന ആംഗിളിന്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ചെയ്യേണ്ടത് ത്രികോണം TCA പരിഗണിച്ചാൽ ആംഗിൾ CAT സമം x, ആംഗിൾ CAT സമം x. അതുകൊണ്ട് ആംഗിൾ ACT സമം x ഡിഗ്രിയാണ്. കാരണം നമ്മുടെ ഈ T സെൻട്രൽ സർക്കിളിൽ CT എന്ന് പറയുന്നതും AT എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ് ആണ്. അത് ഈക്വൽ ആയി. അപ്പോൾ ട്രയാങ്കിൾ TCA എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ പാദകോണുകൾ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ആംഗിൾ TCA അല്ലെങ്കിൽ ACT സമം x ഡിഗ്രി. അപ്പോൾ ഇത് x ഡിഗ്രി തന്നെയാണ്. അതേപോലെ ആംഗിൾ RAT സമം y ഡിഗ്രി. ആംഗിൾ RAT സമം y ഡിഗ്രി. അപ്പോൾ ആംഗിൾ ആംഗിൾ ART ഈ ആംഗിളാണ്. ഈ ആംഗിൾ y ഡിഗ്രി തന്നെയായിരിക്കും. നമ്മളിവിടെ x എന്ന് വിട്ടുപോയി, അത് x എന്ന് കൊടുക്കുന്നു. ARTയും y ഡിഗ്രി തന്നെയാണ്. ആംഗിൾ ART സമം y ഡിഗ്രി. ഈ 4 ആംഗിളുകൾ, അതായത് ആംഗിൾ C, ആംഗിൾ R, ആംഗിൾ CAT, ആംഗിൾ RAT, ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് ഒരു ട്രയാങ്കിളിന്റെ 3 കോണിന്റെ അളവുകളുടെ തുക. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ ACT പ്ലസ് ആംഗിൾ CAT പ്ലസ് ആംഗിൾ RAT പ്ലസ് ആംഗിൾ ART സമം 180 ഡിഗ്രിയാണ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 കോണിന്റെ അളവുകളുടെ തുക. നമ്മളിവിടെ ഈ ഒരു ആംഗിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന 4 കോണിന്റെ അളവുകളുടെ തുകയാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്കതിന് ഓരോന്നിനും അളവ് കൊടുക്കുമ്പോൾ, അതായത് ആംഗിൾ ACT പടത്തിൽ നോക്കിക്കോ, ആംഗിൾ ACT അത് x ഡിഗ്രിയാണ്. പ്ലസ് ആംഗിൾ CAT അതും x ഡിഗ്രി തന്നെയാണ്. പ്ലസ് ആംഗിൾ RAT അത് y ഡിഗ്രിയാണ്. പ്ലസ് ആംഗിൾ ART y ഡിഗ്രി സമം 180. ഇവിടെ 2 എക്സുകളും 2 വൈകളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2x പ്ലസ് 2y സമം 180. അതുകൊണ്ട് 2 കോമൺ ആയിട്ട് എടുത്താൽ 2 × x പ്ലസ് y സമം 180. അതായത് x പ്ലസ് y സമം 180/2 സമം 90. അതാണ് നമുക്ക് x പ്ലസ് y ആയിട്ട് വരുന്നത്. ആ ആംഗിള് CAR. നമുക്ക് അപ്പോൾ എഴുതാം, ആംഗിൾ CAR സമം 90 ഡിഗ്രി. അതായത് CAR എന്ന് പറയുന്നത് സെമി സർക്കിളിലെ ആംഗിൾ ആണ്. സെമി സർക്കിളിന്റെ ആംഗിൾ 90 ഡിഗ്രി എന്ന് തെളിയുന്നു.
ഇത് തെളിയിച്ചപ്പോൾ ഇത് കണ്ടോ, ആറ്റ്, ക്യാറ്റ്, റാറ്റ്, ആർട്ട്, കാറ്, ഇതെല്ലാം വരത്തക്ക രീതിയിൽ ഞാൻ പ്രൂവ് ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അക്ഷരങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 2 എന്ന നമ്പർ ഇട്ടിരിക്കുന്ന ചിത്രത്തിൽ ടി സർക്കിളിന്റെ സെന്റർ ആണ്, CR എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതിൽ ആ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന വരകൾ സർക്കിളിന്റെ ഉള്ളിലാണ് സംഗമിക്കുന്നതെങ്കിൽ ഇവിടെ എ എന്ന ബിന്ദുവിൽ സംഗമിച്ചിരിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ആംഗിൾ CAR, ഈ ആംഗിള് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. എല്ലായ്പ്പോഴും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് ബൃഹത് കോണായിരിക്കും. അതായത് ആംഗിൾ എ ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. 3 എന്ന നമ്പർ ഇട്ടിരിക്കുന്ന ആ ചിത്രത്തിൽ AB എന്ന് പറയുന്നത് വ്യാസമാണ്, C സർക്കിളിന്റെ സെന്റർ ആണ്. ഇവിടെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും വരയ്ക്കുന്ന ആ 2 വരകൾ സർക്കിളിന്റെ വെളിയിൽ സംഗമിക്കുന്നു, അതായത് P യിൽ സംഗമിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ P അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, അതായത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ P ലെസ് ദാൻ 90. ഈ 3 കാര്യങ്ങളാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യം പറഞ്ഞിരുന്നത് സെമി സർക്കിളിലെ ആംഗിൾ എല്ലായ്പ്പോഴും 90 ഡിഗ്രിയാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ഈ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് സർക്കിളിന്റെ ഉള്ളിലേക്ക് യോജിപ്പിക്കുമ്പോൾ, ഉള്ളിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എല്ലായ്പ്പോഴും ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ബൃഹത് കോണായിരിക്കും. ഈ ചിത്രത്തിൽ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് സർക്കിളിന്റെ വെളിയിലേക്കാണ് ചെന്ന് സംഗമിച്ചിരിക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന ആംഗിൾ P എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആയിരിക്കും, അല്ലെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി എങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.